നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് വേണ്ടി ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് പുതിയ ബുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്യര കറണ്ട് അഫെയറിൻ്റെ ബുക്കാണ്. 2024 ടു 2025 മെയ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടുകാർ കുറച്ച് പേര് ചോദിച്ചിരുന്നു ഇതിൻ്റെ കണ്ടൻസ് ഒക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അതായത് വരുന്നതെന്ന് വെച്ചാൽ 2025 ഓസ്കാർ അവാർഡിൽ തുടങ്ങും. കലാ, സാംസ്കാരികം, സാഹിത്യം, കായികം, ഭരണരംഗം, സുപ്രധാന നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്, സാമ്പത്തിക രംഗം, ഭൂമിശാസ്ത്രം, ചരിത്രം, റാങ്കിങ്ങുകൾ, പ്രമേയങ്ങൾ, ദിനങ്ങൾ, പദ്ധതികൾ, നിയമനങ്ങൾ, പുസ്തകങ്ങൾ, വിയോഗങ്ങൾ, ശാസ്ത്ര സാങ്കേതികം എന്ന് പറയുന്ന പേജുകൾ അടക്കം ഒരു 50ഓളം പേജ് അതിന് മാത്രം നിന്ന് എല്ലാം കൂടെ 400 പേജസ് അടങ്ങുന്ന ബുക്കാണിത്. ഈ പുസ്തകം നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങാം. ഇതിൽ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കുന്ന നമ്പർ നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് വാങ്ങാൻ പറ്റും. ഡെലിവറിയാണ്. ഇന്ത്യയിൽ എവിടെയും കിട്ടും. കേരളത്തിനകത്ത് കാസർഗോഡ് ആയാൽ പോലും 4-5 വർക്കിംഗ് ഡേയ്സിൽ കിട്ടുന്ന പുസ്തകമാണ്. ഓക്കെ, അപ്പം ഞാൻ ഇത് പ്രത്യേകിച്ചൊരു കാര്യം പറയാൻ കാര്യം, നമ്മളങ്ങനെ എല്ലാ ബുക്കിലും ഇങ്ങനെ വീഡിയോ ചെയ്യാറില്ല. ഈ ബുക്ക് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഇപ്പോൾ ഒരുപാട് പരീക്ഷകൾ ഇപ്പം ജൂൺ മെയ് മാസമൊക്കെ ഒരുപാട് പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബൾക്ക് ഓഫ് എക്സാമിനേഷനാണ് കുട്ടികൾ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനൊരു ബുക്ക് വാങ്ങിയാലുള്ള ഉപയോഗത്തെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ വാങ്ങാതെയും പഠിച്ച് മാർക്ക് വാങ്ങുന്നവരുണ്ട്. പക്ഷേ വാങ്ങി പഠിച്ചു കഴിഞ്ഞുള്ള ഉപയോഗം ആദ്യം ദോഷം പറയാം. അതിനിപ്പോൾ എത്ര രൂപ, 10-250 രൂപ ആവുമെങ്കിൽ ആ പൈസ നമുക്ക് ചിലവാകും, ശരിയാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ കണ്ടന്റ് ഉണ്ട്. ഈ കറണ്ട് അഫെയർ തിരക്കി നടക്കണ്ട. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ. ഒന്ന് ചാമ്പ്യൻസ് ട്രോഫിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എടുക്കുക, സ്പോർട്സ് നോക്കുക, കായികം നോക്കുക, അതിൽ ചാമ്പ്യൻസ് ട്രോഫി എടുക്കുക, പേജ് നമ്പർ 113. ഫുൾ കണ്ടന്റ് ഇതിലുണ്ട്. ഇനി ഈ ബുക്ക്, ഇങ്ങനത്തെ ഒരു ബുക്ക് വാങ്ങിച്ച് നമ്മൾ പഠിച്ചത് ഇപ്പോൾ ലക്ഷ്യം എന്നാണെന്ന് ഞാൻ പറയുന്നില്ല. ടാലൻറ്റിൻ്റെ ബുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ബുക്ക്, എനിക്കിപ്പോൾ ഞാൻ വാങ്ങിച്ച ബുക്ക് ഇതാണ്. അത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ച ഈ ഒരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഈ 400 പേജസ് ഉണ്ട്. ഇത് ഡെഫിനറ്റ്ലി നമ്മളൊരു പരീക്ഷ പ്രിപ്പയർ ചെയ്ത് പോയി എഴുതുമ്പോഴത്തേക്ക് 400 പേജസിൽ നമ്മൾ അത്യാവശ്യം നല്ല പ്രധാനപ്പെട്ടതെല്ലാം, കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി ഉണ്ടെങ്കിൽ ഇപ്പോൾ 21, 22 എല്ലാ അവാർഡും വേണ്ട. ഇന്ന് 23 നോബലാണ് ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്. 24 ഉണ്ടായിട്ട് ഇപ്പോൾ 25 എന്തൊരു ഉണ്ടെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതാ 25 പത്മ അവാർഡ് കൊടുത്ത്, അതുകൊണ്ടുണ്ട് 58ാമത്തെ പേജിൽ അതാണ് കിടക്കുന്നത്. പിന്നെ ഫിലിംഫെയർ അവാർഡ് 2023, 24, 25 കൊടുത്തില്ല, അതുകൊണ്ട് അതില്ല. 23, 24, 23, 24 തന്നെ മൊത്തം 25 കൊടുത്തതല്ല, അത് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോറൻസ് അവാർഡ് 2025, കോക്കോ വേൾഡ് കപ്പ് 2025 ഉണ്ട്. ഐറ്റം എല്ലാം ഉണ്ട്, ബജറ്റ് എല്ലാ ഐറ്റവും ഉണ്ട്. അപ്പോൾ എല്ലാം ഒറ്റ കൂടെ കീഴി നമുക്ക് കിട്ടും ഒരു ഒറ്റ ബുക്കിൽ. അതാണ് അതിൻ്റെ ഉപയോഗം. അങ്ങനെ അല്ലാതെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, പഠനത്തിൻ്റെ വേഗതയും പിന്നെ നമ്മളെ സമയം അതൊക്കെ ബാധിക്കും. പിന്നെ അത്യാവശ്യം ഒരുപാട് കണ്ടന്റ്, ഇതൊക്കെ ഒരു റെഫർ ചെയ്ത് ഇറക്കുന്ന ബുക്കുകളാണ്, നല്ല ഒരു പ്രിപ്പയർ ചെയ്ത് ഇറക്കുന്ന ബുക്കുകളാണ്. അതിൽ അങ്ങനെ തെറ്റ് വരൂല. പിന്നെ വേറെ എന്താണ്, അത്യാവശ്യം പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ കണ്ടന്റും ഇതിൽ കാണും. ഒരു 99% 10 മാർക്കിൽ 10 കിട്ടും. 400 പേജ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 8-9 മാർക്കെങ്കിലും കിട്ടും. അത് സേഫാണത്. പഠിക്കാൻ പാടാണല്ലേ കറണ്ട് അഫെയർ. നമ്മൾ നോക്കി ഓരോ ദിവസവും ഇരുന്ന് പഠിക്കണം. എങ്ങനെ ഇപ്പോൾ ഒരുമിച്ച് കിടക്കും. പിന്നെ മറ്റൊരു ഉപയോഗം, സിലബസിൽ കൊടുത്തിരിക്കുന്ന അതേ മോഡലാണ് കിടക്കുന്നത്. എന്താണ്, കലാ, സാംസ്കാരികം, അതിനെക്കുറിച്ച് എത്ര പേജുണ്ട്? 70 പേജ്. സാഹിത്യത്തെക്കുറിച്ച് 10 പേജ്, കായികത്തെക്കുറിച്ച് 70 പേജ്, ഭരണരംഗത്തെക്കുറിച്ച് 20 പേജ്, പിന്നെ സുപ്രധാന നിയമങ്ങളെക്കുറിച്ച് 10-15 പേജുണ്ട്. പിന്നെ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് ഏകദേശം 50-ന് പുറത്ത് പേജുണ്ട്. ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് 45ഓളം പേജുണ്ട്. പിന്നെ റാങ്കിങ്ങുകളെ കുറിച്ച് 2 പേജുള്ളൂ. അതിൽ തന്നെ എല്ലാ റാങ്കിങ്ങും കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, പാസ്പോർട്ട് ഇൻഡെക്സ്, അങ്ങനെ കുറച്ച് ഉണ്ടല്ലോ, ഹാപ്പിനെസ് ഇൻഡെക്സ്, പീസ് ഇൻഡെക്സ്, അങ്ങനെ കുറച്ചുണ്ട്. ആ പ്രധാനപ്പെട്ട 10 ഉള്ളൂ. അത് പഠിച്ചിട്ട് പോയാൽ അത് കിട്ടും. പിന്നെ പദ്ധതികളൊക്കെ തീർത്ത് കാണും, ഒന്നും പോകില്ല. അങ്ങനെ കുറേ ഉപയോഗങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയാൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്നുള്ള കാര്യം ഒന്ന്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ വിശ്വസിച്ചുള്ള പിള്ളേർക്ക് അത് ഉപയോഗപ്പെടും. അതിനാണ് ചെയ്യണം, വേറെ ഒന്നുമില്ല. ഓക്കെ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പഠിത്തം തുടങ്ങി കേട്ടാ, പഠിത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് ലഭിക്കുന്നതിന് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കറണ്ട് അഫെയറിൻ്റെ ക്ലാസ് ആയിട്ട് കാണണമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്താൽ. ഓക്കെ, ശരി.